കുറേ നേരം ഞാൻ എൻ്റെ ഒരു സുഹൃത്തായ ഡോക്ടർ കുഞ്ഞമ്മ ജോർജിനോട് സംസാരിക്കുകയായിരുന്നു. പതിവായി സാധാരണ സംസാരിക്കുന്നത് ഞങ്ങൾ സാഹിത്യത്തെക്കുറിച്ച്. ഡോക്ടർക്ക് ഒരുപാട് ഇൻട്രസ്റ്റാണ് സാഹിത്യ കാര്യങ്ങളിൽ, അത്തരം എഴുത്തുകളെക്കുറിച്ച്, ഡോക്ടർ എഴുതുന്നതിനെക്കുറിച്ച്, വായിക്കുന്നതിനെക്കുറിച്ച്, ഇതൊക്കെയാണ് പലപ്പോഴും സംസാരിക്കാറുള്ളത്. കോട്ടയം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ പല സ്ഥാപനങ്ങളിലും സീനിയർ അനസ്തേഷ്യസ്റ്റായിട്ട് ജോലി ചെയ്ത് റിട്ടയർ ചെയ്ത ഡോക്ടർ ഒരുപാട് മേഖലയിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളായതുകൊണ്ടാണ്. പക്ഷേ ഇന്ന് സംസാരിച്ചത് ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ മെഡിക്കൽ പ്രൊഫഷനെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കുന്നത്. അത് നിങ്ങൾക്കെല്ലാവരും ഇന്ന് വായിച്ച് മറന്ന, അല്ലെങ്കിൽ നാളെ തന്നെ മറക്കാൻ പോകുന്ന ഒരു വാർത്തയാണ്. വളരെ വിദഗ്ധനായും പ്രോമിസിംഗ് ആയിട്ടുള്ള ഡോക്ടർ അനൂപിൻ്റെ ആത്മഹത്യ. അദ്ദേഹത്തിൻ്റെ സ്വന്തമായി 38-ാം വയസ്സിലൊരു സ്വന്തമായി ഹോസ്പിറ്റൽ നടത്തുകയായിരുന്നു. അവിടെ ഒരു കുട്ടിക്ക് ഓർത്തോപീഡിയക്ക് ഒരു സർജറി നടന്നു. സർജറി കഴിഞ്ഞിട്ട് കുട്ടി മരിച്ചു. ഈ ഡോക്ടർ ആത്മഹത്യ ചെയ്തു. അയാളും ഞാനും എന്നുള്ള ആ സിനിമ കണ്ട് നമ്മളെല്ലാവരും ആലോചിച്ചിട്ടുണ്ടായിരിക്കാം. കാരണം അത് പൃഥ്വിരാജാണ്, സിനിമയാണ്. അതൊക്കെ വരുമ്പോഴേക്കും നമുക്ക് ഡോക്ടറുടെ ഭാഗത്തുനിന്ന് നമ്മൾ കൂടുതൽ ചിന്തിച്ചിട്ടും ഉണ്ടായിരിക്കാം. ഇതിപ്പോൾ ഞാനും ഡോക്ടർ കുഞ്ഞമ്മ ജോർജും കൂടെ സംസാരിച്ചത് ഡോക്ടറുടെ ഭാഗമോ രോഗിയുടെ ഭാഗമോ ഒന്നുമല്ല. യഥാർത്ഥത്തിൽ ഇത്തരം നിർഭാഗ്യകരമായ സംഭവങ്ങൾ ഉണ്ടാകുന്നതിൽ നമുക്ക് ഓരോരുത്തർക്കും എത്ര പങ്കാണുള്ളത്? നാളെ ഇതിൽ രോഗിയായോ ഡോക്ടറായോ അല്ലെ എങ്ങനെയും നമ്മളിൽ ഓരോരുത്തരും പരിവർത്തനം ചെയ്യപ്പെടാനുള്ള സാധ്യത എത്ര എന്നതാണ് വളരെ അത്ഭുതത്തോടെ അല്ലെങ്കിൽ അമ്പരപ്പോടെ ഞങ്ങൾ സംസാരിച്ചത്. കാരണം ഒരു അനസ്തേഷ്യസ്റ്റ് എന്ന നിലയ്ക്ക് ഡോക്ടർ പറയുമായിരുന്നു, ഡോക്ടറുടെ മുമ്പിൽ വരുന്ന ഓരോ പേഷ്യൻസിനോടും ഡോക്ടറുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ കുമ്പസാരക്കൂട് പോലെ സംസാരിക്കാറുണ്ട്. അനസ്തേഷ്യയുടെ ആഫ്റ്റർ എഫക്റ്റ് എങ്ങനെയാണ്, അനസ്തേഷ്യക്കായിട്ട് നിങ്ങൾ എന്തൊക്കെ പ്രിപ്പറേഷനാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ ആവണം ഇടപെടേണ്ടത്, ഇതൊക്കെ സംസാരിക്കാറുണ്ട് അത്രേ. ഇതൊക്കെ ഡോക്ടർ സംസാരിച്ച് പിന്നെ നിങ്ങൾക്കറിയാം, നമ്മൾ ഏത് സർജറിക്കൊക്കെ പോകുമ്പോഴും ഒരു വലിയ നീണ്ട ഒരു ഒപ്പിട്ട് കൊടുക്കും. ഇതെന്താണെന്ന് പോലും പലരും വായിക്കില്ല, എന്താണ് നമ്മൾ ഒപ്പിട്ടിരിക്കുന്നതെന്ന്. ഒരു കോംപ്ലിക്കേഷൻ വരുമ്പോഴാണ് അതെല്ലാം കാറ്റിൽ പറത്തി നമ്മൾ ബഹളം വയ്ക്കാൻ പോകുന്നത്. ഇതിൽ രോഗികളുടെ ഭാഗത്തു നിന്നും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ പ്രീ അനസ്തേഷ്യ ഇതിൽ പോകുമ്പോൾ നിങ്ങളോട് ചോദിക്കാറുണ്ട് പല കാര്യങ്ങളും. ഈ പലയിടത്തും മെയിൻ മെഡിക്കൽ കോളേജിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇൻറ്റേൺഷിപ്പ് കുട്ടികളാണ് സാധാരണ അതിനായിട്ട് ഇരുത്തിയിരിക്കുന്നത്. അവർ ചോദിച്ചിട്ട് വിട്ടുപോകുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് പറയാനോ അല്ലെങ്കിൽ അവരിൽ നിന്നും ഒരു രോഗം മറച്ചു വെച്ച് സാമർഥ്യം കാണിക്കാനോ ബുദ്ധിസാമർഥ്യം കാണിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. കഴിഞ്ഞ വർഷം ഒരു മഞ്ഞപ്പിത്തം വന്നിട്ടുണ്ടായിരുന്നു അത്രേ. അത് അവർ ചോദിച്ചില്ല, ഞാൻ പറഞ്ഞില്ല. പിന്നെ കഴിഞ്ഞ വർഷത്തിന് മുമ്പ് എനിക്കൊരു ന്യൂമോണിയ വന്നിട്ടുണ്ടായിരുന്നു അത്രേ. അത് അവർ ചോദിച്ചില്ല, ഞാൻ പറഞ്ഞില്ല. ഇത്തരം വലിയ വലിയ സാമർഥ്യങ്ങൾ മുതൽ ഇനി അതിൻ്റെ സൂപ്പർ സാമർഥ്യം എന്താണെന്നറിയാവോ? ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് രാത്രി 12 മണി മുതൽ ഒരു ഭക്ഷണവും കഴിക്കരുത്, രാവിലെ കംപ്ലീറ്റ് വെള്ളം പോലും കുടിക്കാതെ വേണം സർജറിക്ക് ചെല്ലുന്നതെന്ന്. പക്ഷേ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, 8 മണിക്ക് നമ്മളവിടെ ചെന്നാൽ ചിലപ്പോൾ നമ്മുടെ സർജറി 12 മണി വരെ ആകുവാണെങ്കിൽ നമുക്ക് തൊണ്ട ദാഹിക്കില്ലേ? അതുകൊണ്ട് രാവിലെ ഒരു ഗുളിക കഴിക്കുന്നതിൻ്റെ കൂടെ സാമർഥ്യമായിട്ട് ഒരു കവിൾ വെള്ളവും കൂടി കുടിച്ചിട്ട് പോകുന്ന മഹാന്മാരും മഹതികളും ഒരാളെങ്കിലും ഇല്ലേ നമ്മളുടെ ഇടയ്ക്ക്? തെറ്റാണ് ചെയ്യുന്നത്, ആത്മഹത്യാപരമാണ്. ഇനി ഏതെങ്കിലും ഹോസ്പിറ്റലുകാർ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഡോക്ടർ കുഞ്ഞമ്മ ജോർജിൻ്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞുതരാം. അങ്ങനെ കുടിക്കുന്ന വെള്ളം നിങ്ങളുടെ വയറിൽ കിടക്കുകയും അനസ്തേഷ്യയുടെ ഇൻഡ്യൂസ് ചെയ്യുമ്പോഴേക്ക് ആ വെള്ളവും ആസിഡും ഒക്കെ കൂടെ കയറി വന്നിട്ട് മിക്കവാറും നിങ്ങളുടെ തൊണ്ടയിൽ നിന്ന് അത് ശ്വാസകോശത്തിലേക്ക് പോവുകയും മരണം വരെ സംഭവിക്കാവുന്ന എത്രയും പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും അത്യാഹിത വിഭാഗം ആകുകയും ചെയ്യും. നിങ്ങൾ ചെറിയ സർജറിക്കാണ് നിങ്ങൾ പോയിരിക്കുന്നത്. അതേപോലെ ഒരു ചെറിയ പല്ലെടുക്കുന്നതിൻ്റെ പോലും അനസ്തേഷ്യ എന്ന് പറയുന്നതിനെ ചെറുതായി കാണരുത്, അതിനെ അതിൻ്റെ ഗൗരവത്തിൽ തന്നെ കാണണം. പല പെൺകുട്ടികളും കണ്ടിട്ടുണ്ട്, എനിക്ക് സിസേറിയൻ മതി, മതി, എനിക്ക് വേനെടുക്കാൻ കഴിയില്ല, മതി. എന്താണ് സിസേറിയൻ എന്ന് ചിന്തിക്കാറുണ്ടോ? ഇത്രയും പേര് സിസേറിയൻ ചെയ്യുന്നതല്ലേ നിനക്കും എന്താ സിസേറിയൻ എന്ന് ചോദിക്കുന്നത് പോലെ അല്ലേ എനിക്കെന്താ സിസേറിയൻ ആകാമെന്ന് ചോദിക്കുമ്പോൾ വയറ് തുറന്നുള്ള ഒരു ഓപ്പറേഷനാണ് ഇത്, ഒരു മേജർ സർജറിയാണ് എന്ന് എത്ര പേരത് കണക്കാക്കാറുണ്ട്? വേണ്ട, കീഹോൾ സർജറിയുടെ കാലമാണിത്. കീഹോൾ ആണെങ്കിലും ഇതിന് പുറത്തിന് കാണുന്നില്ലെന്നേ ഉള്ളൂ. അത് യഥാർത്ഥത്തിൽ ഒരു മേജർ സർജറിയാണ് നടന്നത് എന്ന് എത്ര പേര് കണക്കാക്കാറുണ്ടല്ലേ, നടക്കുന്നത് എന്ന് കണക്കാക്കാറുണ്ട്. ഇങ്ങനെ ഞാൻ എണ്ണം എടുത്തു പറഞ്ഞാൽ രോഗികളുടെ ഭാഗത്തു നിന്നുള്ള അലംഭാവം ഇഷ്ടം പോലെ ഉണ്ടാവും. ഇനി ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള അലംഭാവം എന്നതിനേക്കാൾ സാമർഥ്യങ്ങൾ നമ്മൾ പലപ്പോഴും ഒപ്പിടുന്നതിനകത്ത്
ഡെത്ത് ഓൺ ടേബിൾ എന്ന് പറഞ്ഞൊരെണ്ണത്തിന് ഒപ്പിട്ട് കൊടുക്കാറുണ്ട്. ഓപ്പറേഷൻ ടേബിളിൽ മരിച്ചു പോകാനും സാധ്യതയുണ്ടെന്ന് പറയുന്നത്. അത് ഒരു ലൈസൻസ് അല്ല ഒരു ഡോക്ടർക്കും. അങ്ങനെയല്ല ആരും കാണേണ്ടത്, അങ്ങനെ ആരും കാണുന്നു എന്നല്ല. പക്ഷെ ചിലയിടത്തെങ്കിലും അതൊരു അലംഭാവമായി പോവാറില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഓരോ ഹോസ്പിറ്റലിനും അവർക്ക് എടുക്കാവുന്ന രോഗികളുടെ പരിധി എത്രയാണെന്ന് അവർ ചിന്തിക്കണം. കാരണം ഇപ്പം ഒരു ഹൃദയത്തിന് രോഗമുള്ള ഒരാൾ അവർക്കൊരു സർജറിക്ക് പോകണേ തീർച്ചയായിട്ടും ഹൃദ്രോഗ വിഭാഗത്തിൻ്റെ നല്ല സപ്പോർട്ടുള്ളവരായിരിക്കണം. അതേപോലെ ഒരു മേജർ സർജറി ആണെങ്കിൽ ലങ്സിന് പ്രശ്നം ഉണ്ടാവാം, കിഡ്നി, ഓരോരുത്തർക്കും പ്രശ്നം ഉണ്ടാവാം. ഡയബറ്റിക് ഉള്ള ആളാണെങ്കിൽ അതിന് പ്രത്യേക ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് വേണം സർജറിക്ക് പോകാൻ. ഇതൊക്കെ MBBSൻ്റെയോ അല്ലെങ്കിൽ ഇതിൻ്റെ പടിവാതിലെത്താത്ത ഞാൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ പോയ ഒരു ചരിത്രത്തിൽ നിന്ന് പറയുകയാണെന്ന് കരുതിയാൽ മതി. എന്തായാലും ഒന്നേ പറയാനുള്ളൂ, നമ്മളുടെ ശരീരം, ദൈവദത്തമായ ഈ ശരീരത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഏത് നിമിഷം ഉണ്ടാകാമെന്ന് ദൈവം തമ്പുരാന് മാത്രമേ അറിയാവുള്ളൂ. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അറ്റ്മോസ്റ്റ് കെയർ ഇൻ എവറിത്തിങ്. അവർക്ക് പൈസ ഉണ്ടാക്കാനാണ്. സ്കാൻ ചെയ്യാൻ പറയുമ്പോൾ സ്കാൻ ചെയ്യാതിരുന്ന് കമത്തം കാണിക്കുക, ഇന്ന ടെസ്റ്റ് എടുത്തിട്ട് വരാൻ പറയുമ്പോൾ അത് അവർക്ക് പൈസ ഉണ്ടാക്കാനാണെന്ന് കാണിക്കുക. ഇത്തരം സാമർഥ്യങ്ങൾ ദയവായി ഒഴിവാക്കൂ. നിങ്ങൾക്ക് തരുന്ന മുന്നറിയിപ്പുകൾ അതിനെ അതിൻ്റേതായ അർത്ഥത്തിൽ തന്നെ നമ്മൾ ഓരോരുത്തരും എടുക്കണം. ഇത്തരം സംഭവങ്ങൾ ഇനി ഒരിക്കലും ആവർത്തിക്കാതിരിക്കട്ടെ. ആ കുഞ്ഞിൻ്റെ ജീവനും ആ ഡോക്ടറുടെ ജീവനും, രണ്ട് വിലപ്പെട്ട ജീവനുകൾ പൊലിഞ്ഞുപോയ സാഹചര്യം എന്താണെന്ന് എനിക്കറിയില്ല. ഏത് സാഹചര്യം തന്നെയാണെങ്കിലും ഇത്തരം സാഹചര്യങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ശുഭരാത്രി.